ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് ഒരു വ്യത്യസ്തമായ വീടും അതിന്റെ അറ്റ്മോസ്ഫിയറും ഒക്കെയാണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏകദേശം ഒരു വലിയൊരു വീട് തന്നെയാണ്. കൊട്ടാര സദൃശ്യമായ ഒരു വീടും അതിനു ചുറ്റിനുമുള്ള 54 സെന്റിലാണ് വീടും സ്ഥലങ്ങളും കൂടെ സ്ഥിതി ചെയ്യുന്നത്. അതിനകത്ത് മനോഹരമായൊരു വീടുണ്ട്, ഒരുപാട് ഫലമൂലാദികളുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതും കഴിക്കാവുന്നതുമായിട്ടുള്ള ഒരുപാട് ഫലവൃക്ഷങ്ങൾ അതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പല മെഡിസിനൽ പ്ലാന്റുകളുണ്ട്. നമുക്ക് ഉപയോഗിക്കാവുന്ന നമ്മുടെ ഡെയിലി ആവശ്യത്തിന് ആവശ്യമായ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് ഫുഡിലിടുന്ന സാമ്പാറിലൊക്കെ യൂസ് ചെയ്യുന്ന സഫോയിഡറ്റ, കായം എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങൾ തുടങ്ങി വലിയ വലിയ കാര്യങ്ങൾ വരെ ഈ ഒരു സ്വന്തം പുരയിടത്തിൽ കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഓൾറെഡി എല്ലാം ഫലവൃക്ഷങ്ങളും അതിനകത്ത് ഓൾറെഡി ഉള്ളതാണ്. പൂത്തും കാഴ്ചയൊക്കെ നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ എല്ലാവർക്കും അറിയാം പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിൽ ബാവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്ഥലം 54 സെന്റ് സ്ഥലവും വീടും ഈ കാണുന്ന വലിയൊരു തോട്ടവും എല്ലാം കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് റോഡിനടുത്തായിട്ട് കൂടിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഉള്ളിലേക്ക് പോയിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇത് നമുക്ക് റോഡിലേക്ക്, മെയിൻ റോഡിലേക്ക് ഈസി ആക്സസ് ആണ്. ബസ് റൂട്ടിലേക്ക് വെറും 100 മീറ്റർ ആണ് തരുന്നത്. ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡിന്റെ കണ്ടിന്യൂഷൻ വന്നിട്ട് നമ്മുടെ ഈ കാണുന്ന വീട്ടിലേക്കുള്ള വഴി ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതിൽ കാണാം, മതിലിന് 2 പില്ലറുകൾ കാണാം, ഭംഗിയുള്ള 2 ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്പോട്ട് ലൈറ്റുകളൊക്കെ വേറെയും ഇട്ടിട്ടുണ്ട്. 54 സെന്റിലാണ് ഈ കാണുന്ന വീടും ഈ കാണുന്ന ഒരു പുരയിടവും അതിനോടനുബന്ധിച്ച് കിടക്കുന്ന ഒരു കൃഷിയിടവും എല്ലാം തന്നെ ഉള്ളത്. വളരെ നല്ല ലാൻഡാണ്. വെള്ളം നല്ലതാണ്. ബിക്കോസ് ഇത് പുക്കാട്ടുപടിയിൽ നിന്ന് വെറും 2-2.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ കാണുന്ന ഒരു വീടിന്റെ 2 മെയിൻ ഗേറ്റുകൾ തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്തേക്ക് വരുന്ന സമയത്ത് വളരെ അതിവിശാലമായൊരു മുറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വീടിരിക്കുന്നതും അതിന് ചുറ്റിലുമുള്ള സറൗണ്ടിങ് ഏരിയാസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ കടന്നു വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വീടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗേറ്റ് കടന്നതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മുടെ റൈറ്റ് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയായിട്ടാണ് അതെല്ലാം തന്നെ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ വലിയൊരു പന കാണാം. ആക്ച്വലി ഇതൊരു ഈന്തപ്പനയുണ്ട്. അതിന് ചുറ്റിലും കെട്ടിയിട്ട് വളരെ ഭംഗിയായിട്ടൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് മാവുണ്ട്. എല്ലാ ഫലവൃക്ഷങ്ങളും തന്നെ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ആ കാണുന്ന ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു എൻട്രൻസ് നിങ്ങൾക്ക് കാണാം. അതാണ് നമ്മുടെ ഈ പറയുന്ന തോട്ടത്തിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. അതിന്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ ഭംഗിയായിട്ട് കുറച്ച് ഗ്രില്ലൊക്കെ വെച്ചിട്ട് അതിനുള്ളിൽ നല്ല ഉരുളൻ കല്ലുകൾ, വൈറ്റ് പെബിൾസ് ഒക്കെ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റിനോട് ചേർന്ന് തന്നെ നമുക്ക് പെറ്റ്സ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിനെ വളർത്തണമെങ്കിൽ അതിനൊരു കേജ് കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വീട് കണ്ടതിന് ശേഷം ബാക്കിയുള്ള തോട്ടവും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ നമ്മൾ ഈ വീടിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിന്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കവേഡ് ആയിട്ടുള്ള ഒരു പോർച്ച് അവിടെ കിട്ടുന്നുണ്ട്. നമുക്കൊരു 2 വാഹനങ്ങൾ ആ ഒരു കവേഡ് പോർച്ചിന് അണ്ടറിൽ പാർക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ വീടിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് ഇവിടെയും ഒരു പോർച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ കവേഡ് ആയിട്ടുള്ള പോർച്ചിൽ നമുക്ക് 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാം. ഈ കാണുന്ന ഏരിയ ഫുള്ള് കാർ പാർക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ എടുത്തു പറയുന്നില്ല. ഏകദേശം 10 കാറുകൾ വരെയൊക്കെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അപ്പൊ ടോട്ടൽ ഇത് വരുന്നത് 54 സെന്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീടിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 3190 ആണ്. 3190 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. നമുക്ക് ഇതിനകത്തൂടെ സ്റ്റെയർ കേസ് ഉണ്ട്. അതുകൂടാതെ പുറത്തൂടെയും സ്റ്റെയർ കേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഔട്ടറുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഏകദേശം റൈറ്റും ലെഫ്റ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് പുറത്തുള്ള വലിയ ഏരിയ കാണാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ വീടിന്റെ എലിവേഷൻ ഓൾറെഡി കണ്ടു. നല്ല ട്രഡീഷണൽ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വുഡൻ കാണുന്ന എല്ലാ ഭാഗങ്ങളും തന്നെ തേക്കിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മുകളിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഓട് പാകിയിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം ചുറ്റിനും നിറയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. മുകളിലും താഴെയൊക്കെ ആയി ഒരുപാട് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്.
ആക്ച്വലി ഈ കാണുന്ന വീട്ടിൽ ആളുകൾ താമസിച്ചിരിക്കുന്നത് വളരെ കുറഞ്ഞ പീരീഡ് മാത്രമാണ്. ഈ വീടിനൊരു 10 വർഷത്തെ മാത്രമാണ് പഴക്കമുള്ളത്. പക്ഷെ വെറും 1-2 വർഷം മാത്രമാണ് ആളുകൾ ഇതിനകത്ത് താമസിച്ചിട്ടുള്ളത്. അവരെല്ലാവരും എബ്രോഡ് സെറ്റിൽഡ് ആയതുകൊണ്ട് അവർക്ക് ഇനി തിരിച്ചു വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ഇതൊക്കെ നോക്കാനുള്ള സമയവും സാഹചര്യവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ കേസ് കാണാം. അത് കൂടാതെ നമുക്ക് അകത്തുനിന്ന് വേറെ സ്റ്റെയർ കേസ് ഉണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെടി ഇവിടെ നിൽക്കുന്നത് കാണാം. ആക്ച്വലി ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇതിനകത്ത് ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. നല്ല റെഡ് കളറുള്ളൊരു ഫ്രൂട്ട് ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പുളിരസമാണ്. ഷുഗറിനൊക്കെയുള്ള മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് സ്റ്റെപ്പിന്റെ ഈ ഒരു താഴെയുള്ള ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഇവിടെയൊക്കെ നമുക്ക് ധാരാളം ഏരിയയാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ എന്തായിട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. ചെടിച്ചട്ടികൾ വെക്കണമെങ്കിൽ ചെയ്യാം. കുറച്ചും കൂടെ ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പിംഗ് നമുക്ക് ചെയ്യണമെങ്കിൽ അതുണ്ടാക്കാം. അതിനൊക്കെ ഒരുപാട് സ്പേസ് ആണ്. ഈ കാണുന്ന ഏരിയ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ സ്റ്റോൺസ് ഒക്കെ വിരിച്ച് വളരെ നീറ്റ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാണുന്ന മതിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് രാത്രിയൊക്കെ ആണെങ്കിൽ പോലും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. സേഫ് ആയ രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാം ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് തേനൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഹണി ബീസ് ഒക്കെ വന്നിരിക്കാനായിട്ട് അവിടെ അങ്ങനെ 2 മൺകുടങ്ങൾ ഇട്ടിരിക്കുന്നത് കാണാം. ആക്ച്വലി നമ്മളിതൊക്കെ നേരിട്ട് കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ ടിവിയിലും ഒക്കെ മാത്രമേ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിട്ടുള്ളൂ. തേനൊക്കെ കളക്ട് ചെയ്യാൻ ഹണി കളക്ട് ചെയ്യാനായിട്ട് ഹണി ബീസ് വന്നിരിക്കാനായിട്ട് 2 പോട്ടൊക്കെ അവിടെ വച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇനിയിപ്പോ അങ്ങോട്ട് ബാക്കിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മുടെ വീടിന് ചുറ്റിനും കറങ്ങി വരാവുന്ന എൻട്രൻസ് ആണ് വരുന്നത്. നമുക്കിനിപ്പോ വീടിന്റെ ആ റൈറ്റ് സൈഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇനിയിപ്പോ നമുക്ക് വീടിന്റെ ഈ ഒരു റൈറ്റ് സൈഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെയും ഒരുപാട് സ്പേസ് ആണ്. നമുക്ക് ഇവിടെയൊക്കെ തന്നെ ഒരു 3-4 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ വാട്ടർ ടാങ്ക് ആണ്. എന്ന് വെച്ചാൽ KWയുടെ വാട്ടർ പൈപ്പ് കണക്ഷൻ നമുക്ക് വന്ന് വെള്ളം സ്റ്റോർ ആക്കാനുള്ള ടാങ്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു വലിയ കിണർ കൂടെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു കാണുന്ന ഗേറ്റിനപ്പുറം കാണുന്നത് കിണറാണ്. അപ്പൊ നമുക്ക് 2 ടൈപ്പ് ഓഫ് വാട്ടർ ആണ് ഇവിടെ ഉള്ളത്. KWയുടെ വാട്ടർ ഉണ്ട്. അതുകൂടാതെ കിണർ വെള്ളവും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുവാണെങ്കിലും ഇവിടെയും ധാരാളം മരങ്ങളും മെഡിസിനൽ പ്ലാന്റുകളും ഒക്കെയാണ്. കുരുമുളകുണ്ട്. എല്ലാം ഞാൻ ഓരോന്നും നമുക്ക് വീട് കണ്ടു കഴിഞ്ഞിട്ട് തോട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്നതാണ്. ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അലക്ക് കല്ല് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലൂടെ നമ്മൾ ജസ്റ്റ് നേരത്തെ കണ്ടു നിർത്തിയ ഏരിയ ആണ് ഇപ്പോൾ കാണുന്നത്. പിന്നീട് അങ്ങോട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ തിരിച്ച് വീടിന്റെ ഫ്രണ്ടിലാണ് എത്തുന്നത്. ഇനിയിപ്പോ നേരെ നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ സിറ്റ് ഔട്ട് അല്ല, 1.5 സിറ്റ് ഔട്ട് ആണ്. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു ഏരിയ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കറങ്ങി പോകാവുന്ന രീതിയിലാണ് വലിയൊരു സ്പേസ് കിട്ടുന്നത്. സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയ കഴിഞ്ഞാൽ ഈ ഒരു ബാക്കി പോർഷനും കൂടെ വന്ന് നമുക്ക് ഇവിടെ എല്ലാം തന്നെ വലിയൊരു വരാന്തയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വരാന്ത എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് തേക്ക് കൊണ്ടാണ് കവർ ചെയ്ത് വന്നിരിക്കുന്നത്. ഈ കാണുന്ന ഈവൻ ഈ ഓരോ പില്ലേഴ്സ് പോലും നമുക്ക് തേക്കിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഇവിടുത്തെ ഫ്ലോറും എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വുഡെല്ലാം തന്നെ തേക്കൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു വീട് തന്നെയാണ്. പക്ഷെ അത്ര വലിയ കോസ്റ്റ്ലി ഒന്നും അല്ല. അപ്പം ഞാൻ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. വീടിന്റെ മെയിൻ എൻട്രൻസ് ഈ കാണുന്നതാണ്. ഇതെല്ലാം തന്നെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ വന്നിട്ട് ഇങ്ങനെയാണ്. നമുക്ക് 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ലിവിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഓപ്പണിങ്സ് വിൻഡോസ് വരുന്നുണ്ട്. മോസ്കിറ്റോ നെറ്റ് ഇട്ട് അതെല്ലാം കവർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഈ ഒരു വീട് കൊടുക്കാനിട്ടിരിക്കുന്നത് ആസ് ഇറ്റ് ഈസ് കണ്ടീഷനിലാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ ഇതുപോലെ. ബിക്കോസ് ഇതിനകത്ത് നമുക്ക് എയർ കണ്ടീഷൻഡ് പല റൂമുകളിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ അതെല്ലാം ഉൾപ്പെടെ ഈ ആസ് ഇറ്റ് ഈസ് കണ്ടീഷനിൽ തന്നെയാണ് ഈ ഒരു വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. വിൻഡോസ് കണ്ടു. നമുക്ക് ഇവിടെ ഒരു ചെറിയ ഷോക്കേസ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഷോക്കേസ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ടുള്ള ചെറിയ ചെറിയ ഓപ്പൺ സ്പേസുകൾ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ലൈറ്റും ഫാനും ഞാൻ എടുത്തു പറയുന്നില്ല. എല്ലാ റൂമുകളിലും തന്നെ ഫാൻ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ എൻട്രൻസ് കാണാൻ നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ എൻട്രൻസ് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് കയറി നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
നമുക്ക് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് സ്പേസ് കിട്ടുന്നത്. ഓൾറെഡി നിങ്ങൾക്കറിയാം ഒരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ഓവൽ ഷേപ്പിലുള്ള ടേബിൾ ഇവിടെ ഓൾറെഡി നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ എത്രമാത്രം സ്പേസ് വേറെ വരുന്നുണ്ട് എന്നത്. ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ സീലിംഗിലൊക്കെ ഭംഗിയുള്ള ചെറിയ വർക്കുകളൊക്കെ ബോർഡർ ലൈനുകളൊക്കെ കുറച്ച് ഡിസൈൻ ആയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ഫാനുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലായിടത്തും തന്നെ ഷോ ലൈറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ഇവിടെ 4 വിൻഡോസും ഒക്കെ ആയിട്ടാണ് എയർ സർക്കുലേഷൻ പോസിബിൾ ആക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കിച്ചൺ ഇവിടെ ആയിട്ടാണ് കിട്ടുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വലിയ കിച്ചൺ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇൻബിൽട്ട് ആയിട്ട് തന്നെ ചിമ്മിണി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഗ്യാസ് സ്റ്റൗവും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ നോക്കിയാൽ കാണാം കബോർഡുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 വിൻഡോസും ഈ ഭാഗത്ത് 3 വിൻഡോസും ആണ് കിട്ടുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഇവിടെയാണ്. നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്റ്റോർ റൂം കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് വിത്ത് ഡോറോട് കൂടിയിട്ടാണ് ഒരു സ്റ്റോർ റൂം ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ കൂടി കിട്ടുന്നുണ്ട്. നമുക്ക് ഈ അടുപ്പൊക്കെ കത്തിക്കാനായിട്ട് താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു സൗകര്യം കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്പണിങ്സ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തായിട്ട് നമുക്ക് പുകയില്ലാത്ത സ്മോക്ക്ലെസ് അടുപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് അടുപ്പ് കത്തിക്കാൻ താല്പര്യമുള്ളവർക്കും അത് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് കിട്ടുന്നത്. ഒരു ചെറിയ വർക്ക് ഏരിയ അല്ല, വളരെ വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്കിവിടെ വർക്ക് ഏരിയക്കായിട്ട് കിട്ടുന്നത്. 2-3 റൂമുകളായിട്ട് തിരിച്ചിട്ടാണ് വർക്ക് ഏരിയ പോലും ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമുക്ക് ടോട്ടൽ 5 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. താഴെ നമുക്ക് 3 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറുകളൊക്കെ നല്ല ഡിസൈനുള്ള പാറ്റേണിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോഡലിലാണ് ഡോർ വരുന്നത്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഷെൽഫ് ഫെസിലിറ്റികളെല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെയായിട്ടാണ് നമുക്ക് കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. കബോർഡുകളൊക്കെ നോക്കിയാൽ കാണാം 10 വർഷമായിട്ടും ആ തേക്കിന്റെ ഗുണം എന്ന് പറയുന്നത് അതാണ്. യാതൊരു തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് ഈ ഒരു വീട് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. 10 വർഷം എന്നൊന്നും പറയുന്നൊരു പീരീഡ് അല്ല. എങ്കിൽ പോലും നമുക്കറിയാം ഓരോ വീടും നമ്മൾ സൂക്ഷിക്കുന്നത് എങ്ങനെയാണോ, നമ്മൾ അതിനെ സ്നേഹിക്കുന്ന പോലെയാണ് വീട് നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പൊ നമ്മൾ ആ വീടിനെ നന്നായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് തന്നെ എത്ര വർഷം കഴിഞ്ഞാലും കൊണ്ടുപോകാൻ പറ്റും. ആ രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു ഓപ്പൺ ഷെൽഫ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അതുകൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂം ഒക്കെ ആണെങ്കിലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ടൈലൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴത്തെ നിലയിലുള്ള 1ാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ കാണുന്ന സ്റ്റെയർ കേസ് ഉണ്ട്. അതിന്റെ സൈഡിലായിട്ടാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാളും അത്യാവശ്യം വളരെ സൈസ് കൂടിയ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഷെൽഫ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ റൂം എയർ കണ്ടീഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന AC ഉൾപ്പെടെയാണ് സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു വിൻഡോ തുറന്നിടുന്ന സമയത്ത് മോസ്കിറ്റോസിന്റെ ശല്യം ഇല്ലാതിരിക്കാനായിട്ട് മോസ്കിറ്റോ നെറ്റ് അടക്കം എല്ലാ ഫെസിലിറ്റികളും ചെയ്തിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കബോർഡ് കിട്ടുന്നുണ്ട്. വേറൊരു വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മളിപ്പോൾ കാണുന്ന 2ാമത്തെ ബാത്റൂം ആണിത്. ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ആയിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ്. അതിന്റെ താഴെ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ഏരിയ വരുന്നത്. സൊമാനിയുടെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലൊക്കെ ഭംഗിയുള്ള ടൈലുകളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു മിററും ഭംഗിയുള്ള ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം കബോർഡുകളായിട്ടൊക്കെ തിരിച്ച ഡോറുകളൊക്കെ വെച്ചിട്ടുണ്ട്. താഴത്തെ നിലയിലുള്ള 3ാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 സൈഡിലായിട്ട് വിൻഡോസ് വിത്ത് മോസ്കിറ്റോ നെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ റൂമിൽ ഫാനും ലൈറ്റുകളും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അതിനകത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്സ് കയറി വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടെ നേരെ കയറി വരുന്ന വോളിൽ കുറച്ച് വിൻഡോസ് കാണാം. അത് മോസ്കിറ്റോ നെറ്റൊക്കെ ഇട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
താഴെ നിന്ന് മുകളിൽ എത്തുന്നത് വരെ ഈ ഒരു ഹാളിലേക്ക് എത്തുന്നത് വരെയുള്ള രണ്ട് സൈഡിലും ഹാൻഡ് റെയിൽസ് വളരെ സേഫ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനും സെപ്പറേറ്റ് ഒരു ഡോർ വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റെയർ കേസ് കയറി വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്കൊരു ഡോർ ഉണ്ട്. ആ ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മളിവിടെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഹാളിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ പണ്ടൊന്നും ഇങ്ങനെയുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും 10 വർഷം മുമ്പ് ചെയ്ത വീടാണെങ്കിലും അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ കയറി വന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോസ് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാനോ ഒക്കെ ആയിട്ട് അവിടെ നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ താഴെ 3 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിരുന്നു നമുക്ക് ഈ ഒരു സ്റ്റെയർ കേസ് വഴിയും ഇവിടെ എത്താം. അതുകൂടാതെ നമുക്കിനിപ്പം പുറത്ത് ആർക്കെങ്കിലും റെന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ അതിനും ഓപ്ഷനാണ്. പുറത്തുനിന്നൊരു സ്റ്റെയർ ഞാൻ കാണിച്ചിരുന്നു, അതുവഴി നമുക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. മുകളിലത്തെ നിലയിലുള്ള ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ടോട്ടലി നോക്കുവാണെങ്കിൽ 4ാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഉണ്ട്, ഫാൻ ഉണ്ട്. അതുകൂടാതെ ഇവിടെയും നമുക്ക് എയർ കണ്ടീഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ബ്ലൂ ഷെയ്ഡില് നല്ല കളർ പാറ്റേൺസ് ഒക്കെ വരുന്ന രീതിയിലാണ് ബാത്റൂമിനകത്തുള്ള ടൈലുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ചെറിയൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നെറ്റ് ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഇരിക്കാനുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ കാണുന്ന ഏരിയ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തൊരു സ്റ്റോർ റൂം ഉണ്ട്. ആ ഒരു ഭാഗത്തേക്ക് കൂടി പോകാനുള്ള എൻട്രൻസ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടതിന് ശേഷം നമുക്കിനി ഇവിടെ കാണേണ്ടത് ഇവിടുത്തെ അടുത്ത ബെഡ്റൂമാണ്. അടുത്ത ബെഡ്റൂമിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് ആ ബെഡ്റൂമിനടുത്തായിട്ട് നമുക്ക് മെയിൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള എൻട്രൻസ് ആണ് ഇവിടെ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ബാൽക്കണി വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഇരിക്കാനൊക്കെ ധാരാളം സ്പേസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം ഭംഗിയായിട്ടുള്ളൊരു ഷാൻലിയർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ് ഡോർ ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ഡോർ വരുന്നുണ്ട്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ് നിങ്ങൾക്ക് അവിടെ വിസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഓപ്പൺ ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡ്രൈ ചെയ്യാൻ വെക്കാനും സൺലൈറ്റ് ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മുകളിലത്തെ നിലയിൽ നമുക്കൊരു കിച്ചൺ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഒരു ചെറിയ കിച്ചൺ ആണ്. അപ്പൊ ഇവിടെ താമസിക്കുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കിച്ചൺ യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ സ്ലാബ് ഉണ്ട്, കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഒരു കിച്ചൺ ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിടെയും 2 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ഒരു ഓപ്പൺ സ്പേസിലേക്കാണ്. ആക്ച്വലി ഈ സ്പേസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വലിയൊരു സ്റ്റോറേജ് റൂം ആയിട്ടാണ് ഇവരിത് യൂസ് ചെയ്തിരിക്കുന്നത്. ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഇട്ട് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ആണെങ്കിൽ നമുക്കൊരു ബാത്റൂമും കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഒരു ചെറിയ വാഷ് ഏരിയയും കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 5th ബെഡ്റൂമിലാണ്, 5ാമത്തെ ബെഡ്റൂമിലാണ്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് വാർഡ്രോബ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. അതുകൂടാതെ ഈ റൂമിൽ നമുക്ക് എയർ കണ്ടീഷൻ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയും നല്ല വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന കളർഫുൾ ടൈല് തന്നെയാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ മുകളിലുള്ള റൂമിന്റെയും കാഴ്ചകളെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഇവിടെ താഴെ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് വന്നത് ഇന്റേണൽ സ്റ്റെപ്സ് ഉപയോഗിച്ചാണ്. പുറത്തേക്ക് നമ്മൾ ഇറങ്ങുന്നത് പുറത്തുകൂടെയുള്ള സ്റ്റെപ്പ് വഴിയാണ്. ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചെടികളൊക്കെ നടാനായിട്ട് ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നിപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് പുറത്തുള്ള ഔട്ടർ സ്റ്റെപ്പ് വഴിയാണ്. അപ്പോൾ ഈ ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മുകളിലും താഴെയായിട്ട് റെന്റ് ഔട്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെയർ കേസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ വഴി നമ്മൾ നേരെ താഴേക്ക് പോയിട്ട് നമ്മൾ വീടിന്റെ ഫ്രണ്ടിലാണ് ചെല്ലുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് വീടും അതിന്റെ മുകളിലും താഴെയുള്ള റൂംസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഒരുപാട് പ്ലാന്റ്സും അതുപോലെ ഫലഭൂഷ്ടമായ ഒരുപാട് വൃക്ഷങ്ങളും സസ്യങ്ങളും ഫ്രൂട്ട്സിന്റെ ഒക്കെ പ്ലാന്റ് ഇതൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമുക്കിനി കാണേണ്ടത്.
ഇനിയിപ്പോൾ നമുക്ക് ഈ വീടിന് ചുറ്റിനുമുള്ള ഏരിയ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് വൃക്ഷങ്ങളും അതുപോലെ തന്നെ പല നമുക്ക് ഫുഡിന് ഉപയോഗിക്കാവുന്ന പല ഐറ്റംസ്, മെഡിസിനൽ പ്ലാന്റ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിനി കാണാനുള്ളത്. അപ്പോൾ വീടിന്റെ ഫ്രണ്ട് ഏരിയ നിങ്ങൾ ഓൾറെഡി കണ്ടത് തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ കാണുന്ന ആ ഒരു ഓപ്പൺ പ്ലാന്റിലേക്ക് പോകാനായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ ഒരു വഴി എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമുക്ക് വോക്ക് വേ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് കുറച്ച് സന്ധ്യ കഴിഞ്ഞാലും ഇരുട്ടായാൽ പോലും ഇതിനകത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ അറ്റ്മോസ്ഫിയർ ഫുള്ള് നിങ്ങൾക്ക് കാണാം. കളർഫുൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫുള്ള് ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഇരുട്ടാണെങ്കിൽ പോലും ഇതിനകത്തൂടെ നടക്കാനൊന്നും യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ല. സാധാരണ നമുക്ക് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഉള്ള പ്ലാന്റ്സിനൊക്കെ പുറമെ ഭംഗിയുള്ള നല്ല ചെടികളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ചെറിയ ചെറിയ മരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ ഫലവൃക്ഷങ്ങളാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് എടുത്തു പറഞ്ഞാൽ ഇന്നൊരു ദിവസം കൊണ്ട് തീരില്ല. എങ്കിലും എനിക്ക് അറിയാവുന്നതും നമുക്ക് ഇവിടെ ഈ ഒരു ഇത് നോക്കുന്ന ഈ ഒരു പ്ലാന്റ് ഏരിയ ഇതൊക്കെ നോക്കുന്ന ഒരു കെയർ ടേക്കർ ഉണ്ട്. ആള് പറഞ്ഞ അറിവ് വെച്ചിട്ട് കുറച്ച് സസ്യങ്ങളും ഇതൊക്കെയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പേര് പറഞ്ഞു പോകാം. നമുക്കിവിടെ പലതരത്തിലുള്ള റംബൂട്ടാൻ അവൈലബിൾ ആണ്. നോർമലി നമുക്ക് 3-4 ടൈപ്പ് റംബൂട്ടാൻസ് ഉണ്ട്. സാധാരണ നമ്മൾ ഷോപ്പുകളിലൊക്കെ ആ ഒരു റെഡ് കളറും ഒരു യെല്ലോ ഒക്കെയാണ് കാണാറ്. പല കളറുകളിലുള്ള റംബൂട്ടാനുകളുടെ വൃക്ഷങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ പല മരങ്ങളുടെ മുകളിൽ നോക്കിയാൽ കാണാം കുരുമുളകെല്ലാം പടർന്ന് കയറിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് തേങ്ങയൊക്കെ കിട്ടാനായിട്ട്, കുക്കിങ്ങിൽ തേങ്ങയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തെങ്ങുണ്ട്. കുരുമുളകൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സീസണിൽ നോക്കിയാലും കാണാം. ഇവിടെയൊക്കെ തന്നെ ചെറുതായിട്ട് അത് ഉണ്ടായി കിടക്കുന്നതും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണാം കുരുമുളക് കൊടി അതിനകത്ത് ഉണ്ടായി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഈ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നടന്നു പോകാനായിട്ട് സേഫ് ആയിട്ടൊരു വോക്ക് വേ തന്നെയാണ് കിട്ടുന്നത്. മറ്റുള്ള മരങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മാംഗോസ്റ്റിൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന അസഫോയിഡറ്റ്, സാമ്പാറിനൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കറി കായം. ആ കായം നമ്മൾ സാധാരണ ഒരുപാട് ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ റെയർ ആൾക്കാർ അത് കാണാത്തവരുണ്ടാവും. കറി കായത്തിന്റെ വൃക്ഷങ്ങളുണ്ട്. അതുകൂടാതെ നമുക്ക് ജാതി ഉണ്ടായി നിൽക്കുന്നുണ്ട്. പലതിനും ഇവിടെ പേരുകൾ ചെറിയ ബോർഡുകളായിട്ട് തന്നെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ബറാബ എന്ന് പറയുന്ന മരമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ താഴെ നമുക്ക് ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം. ഈ ലോകത്തിലുള്ള ഒരുപാട് വൃക്ഷങ്ങളും സസ്യങ്ങളും എല്ലാം ഉള്ളതിൽ പലതിന്റെയും പേരുകളൊന്നും നമുക്ക് അറിയാത്തതുണ്ടാവും. ഇങ്ങനെയുള്ള ഓരോ കാഴ്ചകൾ കാണുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ മരങ്ങളുണ്ടെന്നും അതിന് പല ഗുണങ്ങളുണ്ടെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലുള്ള ലൈറ്റുകളാണ് ഇവിടെ എല്ലാം തന്നെ ഈ വോക്ക് വേയുടെ ഇടയിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് സന്ധ്യ ആയാലും ഇതിലൂടെ നടക്കാനൊന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവിടെയായിട്ട് നമുക്കൊരു ചെറിയ ഫിഷ് ടാങ്ക് പോലെ ചെയ്തിട്ടുണ്ട്. 1-2-3 ഫിഷ് ടാങ്കുകളാണ് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. വെള്ളമെല്ലാം ക്ലിയർ ചെയ്ത് പോകാനായിട്ടുള്ള മോട്ടോർ സൗകര്യങ്ങളും എല്ലാം കൊടുത്തിട്ടാണ് 2 ഫിഷ് ടാങ്കുകൾ ആ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ നമുക്ക് ഇതിനിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു ക്ഷീണം തോന്നിയാലോ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് അതിനുള്ള ആ ഒരു ഇരിപ്പിടങ്ങളും ഇവിടെ ഓൾറെഡി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വോക്ക് വേ നോക്കിയാൽ കാണാം, വളരെ നീറ്റ് ആയിട്ടാണ് ഇതെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. കുറെ നടന്ന് നമുക്ക് ക്ഷീണമായി കഴിയുമ്പോൾ ഇവിടെ ഇരിക്കാനായിട്ട് ഇതുപോലൊരു അറേഞ്ച്മെന്റ് കൂടിയാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് റൂഫിംഗ് ചെയ്തിട്ടുണ്ട്. വെയിലും മഴയൊന്നും കൊള്ളില്ല. നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് സുഖമായിട്ട് ഇരിക്കാനായിട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് ചുറ്റിനും നല്ലൊരു വൈബുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇത് പറയാൻ നിറയെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴുത്തിലിടുന്ന രുദ്രാക്ഷം ഒക്കെ കണ്ടിട്ടുള്ളതല്ലാതെ അതിന്റെ മരങ്ങളൊക്കെ വളരെ റെയർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. രുദ്രാക്ഷം ഉണ്ടാകുന്ന ആ ഒരു വൃക്ഷമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ ഒരു ചാമ്പ കാണാം. അവിടെയും ചെറിയൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ചാമ്പ മരമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. കർപ്പൂരവും അതുപോലെ ചന്ദനം, രുദ്രാക്ഷം ഇങ്ങനെയുള്ള വൃക്ഷങ്ങളൊക്കെ വളരെ റെയർ ആയിട്ട് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതെങ്കിലും ഒരു വലിയ ഒരു പ്ലാന്റിലൊക്കെ പോയാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള വൃക്ഷങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഒരു സാധാരണ ഒരു വീടിന്റെ ചുറ്റുവട്ടത്ത് ആ ഒരു സറൗണ്ടിങ്സിൽ ഇങ്ങനെയുള്ള വൃക്ഷങ്ങളൊക്കെ കാണുന്നത് തന്നെ നമുക്ക് വളരെ അത്ഭുതകരമാണ്. കർപ്പൂരം, ചന്ദനം, രുദ്രാക്ഷം, അതുപോലെ തന്നെ ആഫ്രിക്കൻ പേരയ്ക്ക, മിൽക്ക് ഫ്രൂട്ട്, ഇങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റുകളാണ് ഇവിടെ ഉള്ളത്. ജാതി, ചെറി, കുന്തിരിക്കം, ആപ്പിൾ പോലും നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിസ്തയുടെ മരം ഇവിടെയുണ്ട്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ വൈറ്റ് സപ്പോട്ട. പിന്നെ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പുളി എല്ലാവർക്കും അറിയാം. പുളി ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതൊക്കെ നോർമലി നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്. പിന്നെ മറ്റുള്ള മരങ്ങൾ നോക്കുവാണെങ്കിൽ ആര്യവേപ്പുണ്ട്, മാങ്ങയുണ്ട്.
ഈ ഒരു 54 സെന്റിൽ എന്തൊക്കെ വൃക്ഷങ്ങളാണ് ഇല്ലാത്തതെന്ന് മാത്രമാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരുപാട് വൃക്ഷങ്ങളുടെ പേരുകൾ എനിക്ക് അറിയാത്തതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് നോക്കുന്ന കെയർടേക്കർക്ക് പോലും അദ്ദേഹത്തിന് പോലും സംശയമുള്ള പല പേരുകളുണ്ട്. അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളിൽ പെടുന്ന ഒരുപാട് വൃക്ഷങ്ങളും മെഡിസിനൽ പ്ലാന്റുകളും ഒക്കെയാണ് ഇതിനകത്ത് ഉണ്ടായി നിൽക്കുന്നത്. ബാക്കി ഇനിയുള്ള പല വൃക്ഷങ്ങളുടെയും മരങ്ങളുടെയും മെഡിസിനൽ പ്ലാന്റുകളുടെയും പേരുകൾ എനിക്ക് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഇതിലൂടെ ഒന്ന് കണ്ടുപോയിക്കോളൂ. ആപ്പിളിന്റെ വൃക്ഷമാണ് നിങ്ങളിപ്പോൾ ജസ്റ്റ് കണ്ടുകൊണ്ടുള്ളത്. ഇവിടെ പേര് എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായത്. ബെയർ ആപ്പിൾ എന്ന് അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെൽവെറ്റ് ആപ്പിൾ എന്ന് പറയുന്ന ഉണ്ടാവുന്ന വൃക്ഷമാണ്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ആപ്പിൾ ആണ് വെൽവെറ്റ് ആപ്പിൾ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെയുള്ള ഏകദേശം വൃക്ഷങ്ങളുടെയും മെഡിസിനൽ പ്ലാന്റുകളുടെയും പല ഫ്രൂട്ട്സുകളുടെയൊക്കെ ഏകദേശം ഒരു രൂപം മാത്രമാണ് കണ്ടത്. കാരണം ഈ 54 സെന്റിൽ ഉണ്ടായി നിൽക്കുന്ന ഇത്രയും സാധനങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ കാണിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂറായിരിക്കും നമ്മുടെ വീഡിയോ. നിങ്ങൾക്കും അത് ബോറിംഗ് ആയിരിക്കും. അപ്പോൾ വളരെ ചെറിയ ഏകദേശം ഒരു അരമണിക്കൂറിൽ താഴെ വരുന്ന ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒതുക്കിയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ കിണറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ഫിഷ് ടാങ്ക് ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് മുകളിലൂടെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. കംപ്ലീറ്റ് ആയിട്ട് നെറ്റൊക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് അവിടെ ഒരു ഫിഷ് ടാങ്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിനകത്തേക്ക് പോകാനുള്ള എൻട്രൻസ് ഈ ഒരു ഭാഗത്തുണ്ട്. നമുക്ക് അതോടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. ഇവിടെ വീടിന് ചുറ്റിനും കംപ്ലീറ്റ് ആയിട്ട് മതിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതുപോലെ എല്ലായിടത്തും തന്നെ ഭംഗിയായിട്ട് ആ ഒരു വൈറ്റ് സ്റ്റോൺസ് ഒക്കെ നിറച്ചു വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഫിഷ് ടാങ്കിലേക്ക് പോകാനുള്ള എൻട്രൻസ് ഈ ഒരു വഴിയാണ് വരുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം ഒരുപാട് മത്സ്യങ്ങളൊക്കെ അതിനകത്ത് വളർത്തുന്നുണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് നെറ്റൊക്കെ ഇട്ടിട്ട് സേഫ് ആയിട്ട് തന്നെയാണ് ഇതിനകത്തെല്ലാം തന്നെ അവരത് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കണ്ടത് നമ്മുടെ കണ്ണുകൾക്ക് നല്ല കുളിർമ കിട്ടുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയ ഈ ഒരു വീടും 54 സെന്റ് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിയിൽ നിന്നും ഏകദേശം 2-2.5 കിലോമീറ്റർ മാറിയിട്ട് ബാവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏറ്റവും മെയിനായിട്ട് എടുത്തു പറയുന്നത് നമുക്ക് മെയിൻ റോഡിനോട് വളരെ അടുത്താണ്. ഏകദേശം 100 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ കാണുന്ന വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക്, അതായത് ബസ് റൂട്ടിലേക്കുള്ള ദൂരം. ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടണമെങ്കിൽ ഞാൻ ദൂരം എടുത്ത് പറയുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇൻഫോ പാർക്കിലേക്ക് ഇവിടുന്ന് 13 കിലോമീറ്റർ, ഇടപ്പള്ളിക്ക് ഏകദേശം 10 കിലോമീറ്റർ, എല്ലായിടത്തേക്കും വളരെ എളുപ്പത്തിൽ ട്രാവൽ ചെയ്താവുന്ന ഒരു സ്ഥലത്താണ്. ഇൻ കേസ് ഏറ്റവും കൂടുതൽ ഗുണം വരുന്നത് നമുക്ക് NRIസിനൊക്കെയാണ്. NRIസിനൊക്കെ വല്ലപ്പോഴും ഒന്ന് വന്നിട്ട് ഇവിടെ താമസിച്ചു പോകണമെങ്കിൽ, ഇതുപോലെ അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും സ്യൂട്ടായ ഒരു പ്രോപ്പർട്ടി തന്നെയാണിത്. കാരണം നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇവിടേക്ക് വരും 17 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നിങ്ങൾക്ക് വല്ലപ്പോഴും സ്വന്തം നാട്ടിൽ വരുന്ന സമയത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാനും കുറച്ച് ദിവസം ഒന്ന് എൻജോയ് ചെയ്യാനും ഇതുപോലൊരു പച്ചപ്പുള്ള അന്തരീക്ഷത്തിലൂടെ നടക്കണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടും സ്യൂട്ടായ ഒരു പ്രോപ്പർട്ടി തന്നെയാണിത്. നമുക്കിത് സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. 10 വർഷമായിട്ട് ഈ ഒരു വീട് ഇതേപോലെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനോട് താല്പര്യമുള്ളവർക്ക് എത്ര വർഷം വേണമെങ്കിലും ഇത് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ബിക്കോസ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മരങ്ങൾ എല്ലാം തന്നെ തേക്കിന്റെയും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഇട്ടിട്ടുമാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ടോട്ടൽ വരുന്നത് 54 സെന്റിലാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. 5 ബെഡ്റൂമുകളോട് കൂടിയ നല്ലൊരു ട്രഡീഷണൽ മോഡലുള്ള വീട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വീടാണ്. നമുക്ക് എപ്പോൾ വന്നാലും താമസിക്കാവുന്ന രീതിയിൽ റെഡി ആയിട്ടാണ് ഈ ഒരു വീട് വെൽ മെയിൻറ്റൈൻഡ് ആക്കി വെച്ചിരിക്കുന്നത്. 54 സെന്റിൽ 3190 സ്ക്വയർ ഫീറ്റ്, 3190 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ടോട്ടൽ ലാൻഡ് വരുന്നത് 54 സെന്റ് ആണ്. ഇത് 5 BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളും തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻ കേസ് ഇത് ഫുൾ ആയിട്ട് താമസിക്കാനായിട്ട് താല്പര്യമില്ല എങ്കിൽ റെന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് പുറത്തൂടെയും സ്റ്റെയർ വെച്ചിട്ടുണ്ട്, അകത്തൂടെയും സ്റ്റെയർ വരുന്നുണ്ട്. ഇത്ര ഭംഗിയുള്ള ഈ ഒരു വീടും ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു സ്ഥലവും കൂടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. നിങ്ങളിപ്പോൾ ചോദിക്കാൻ പോകുന്നത് ഇതിന്റെ പ്രൈസ് എന്താണ് പറയാത്തതെന്നുള്ളതാണ്. കുറച്ച് സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇതിന്റെ പ്രൈസ് വീഡിയോയിലൂടെ എനിക്ക് യൂട്യൂബ് വീഡിയോയിലൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ വീട് കാണാൻ ആഗ്രഹമുള്ളവർക്ക്, ഇതിന്റെ പ്രൈസ് അറിയാൻ ആഗ്രഹമുള്ളവർക്ക്, ഇതൊന്ന് കണ്ടുപോകണം, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനെങ്കിലും ആഗ്രഹമുള്ളവർ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.